ലോക രക്തദാന ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മർക്കസ് നോളജ് സിറ്റിയിലെ മർക്കസ് ലോ കോളേജും മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചേർന്നുകൊണ്ട് ഒരു ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കാൻ വേണ്ടി NSS വോളണ്ടിയർ സെക്രട്ടറി അഹമ്മദ് സാലിഹ് നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? നാളെ ലോക രക്തദാന ദിനം എന്ന നിലക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് ആർക്കൊക്കെ രക്തം കൊടുക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം ലോ കോളേജിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മൾ നിരന്തരം കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ MVR ക്യാൻസർ സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ യഥാസമയം രക്തം ദാനം ചെയ്യുന്നതിനും അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ലഭ്യമാക്കുന്നതിനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇത്തവണത്തേത് എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ഇത്തവണ നമ്മൾ കോഴിക്കോടുള്ള വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലേക്ക് 100 യൂണിറ്റ് ബ്ലഡ് കൊടുത്തുകൊണ്ടാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. ലോക രക്തദാന ദിനം എന്നുള്ള നിലക്ക് നാളെയാണ് നമ്മൾ ആ പരിപാടി ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവരുടെ ഒരു സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച 20-ാം തീയതിയിലേക്കാണ് അത് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. രക്തദാനത്തെക്കുറിച്ച് വലിയ അജ്ഞത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നതുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നേരത്തെ രക്തദാനത്തിന് ഇപ്പോൾ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ ഇതിൽ തയ്യാറാവാതെ വരുന്ന ഒരു സാഹചര്യം, പ്രധാനമായിട്ടും അവർക്ക് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്ര വെയിറ്റ് വേണം, എത്ര ഹൈറ്റ് വേണം, ആ കാര്യങ്ങളൊന്നും കൃത്യമായി അറിയാത്തത് ഒരു പ്രശ്നമാവാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ ഒരു അവയർനെസ് നേരത്തെ നൽകിയില്ലായിരുന്നു. പകരം രക്തദാനം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ അത് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അവയർനെസ്. എല്ലാ ആളുകൾക്കും രക്തം ദാനം ചെയ്യാൻ കഴിയും എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ ഈ ക്യാമ്പുകൾ നടത്താറുണ്ട്, അതുപോലെ സന്നദ്ധ രക്തദാനം നടത്താറുണ്ട്. ഇതിൻ്റെ ആളുകളുടെ പബ്ലിക്കിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? രക്തദാനം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അടിയന്തരമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്തം കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ബ്ലഡ് ഡയറക്ടറികളിലൊക്കെ മുൻകൂടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അവിടെ ഏത് സ്ഥലത്താണോ ബ്ലഡ് ലഭ്യമല്ലാത്തത് അവിടെ മുൻകൂർ പോയി ബ്ലഡ് കൊടുത്ത് അവിടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേവലം രക്തദാന ദിനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, വർഷത്തിൽ 3-4 ക്യാമ്പുകൾ ഇതുപോലെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് മർക്കസ് ലോ കോളേജ് NSS ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓരോ വർഷവും കുട്ടികൾ മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എലിജിബിലിറ്റി ചെക്ക് എന്നുള്ള രീതിയിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾക്കൊക്കെ രക്തം കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രക്തം കൊടുക്കുന്നത് കൊണ്ട് മറ്റ് എന്തെങ്കിലും നമുക്ക് നഷ്ടമുണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. വിദ്യാർത്ഥികളുടെയും യുവസമൂഹത്തിൻ്റെയും ഇടയിൽ രക്തദാനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയും അവരെ രക്തദാനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും സന്നദ്ധരാക്കുകയും ചെയ്യുന്ന വലിയൊരു സാമൂഹിക പ്രവർത്തനത്തിനാണ് മർക്കസ് ലോ കോളേജിലെ NSSൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രമം നടത്തുന്നത്. ഇതിന് പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും മെഡിക്കൽ രംഗത്തുമുള്ള എല്ലാവിധ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇത് പൊതുജനത്തിനു കൂടി ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്.